താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമുള്ള കഴുത്തിൽ ഏലസിട്, സുറുമ കണ്ണിണയിൽ സൂര്യനിട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ പനമരം കമ്മന സ്വദേശിനിയായ അശ്വിക മോളെയാണ്. നല്ല അടിപൊളി സിംഗറാണ്. അശ്വികൻ്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. അനുരാഗമൂലും കിനാവിൻ കിളിപാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമാണോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ, നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ, ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. വിൽവാർത്തിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമിചന്ദ്രന് പാലൂട്ട്. വിൽവാർത്തിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമിചന്ദ്രന് പാലൂട്ട്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടി കൂട്ടുന്നു കല്യാണം. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി, രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി. രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി, രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി. രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി. ദൂരെ നീലാംബരം കേൾക്കുന്നിതാ കാവ്യം, ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ. ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തിങ്കൾ, ഞാനും ആനന്ദത്താൽ തീർക്കുന്നു സൽക്കാവ്യം. മൂകം പൂവാടി മൂളും നിലാവൊളി, ഭൂമിയിൽ എഴുതിയതാ പുതിയ കവിതകൾ സാനന്ദം. രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി. അശ്വിക മോൾ മനോഹരമായിട്ട് പാടി. താങ്ക് യു. എത്രയല്ലേ പഠിക്കണേ? ഞാനിപ്പോൾ 6th-ലാണ്. എവിടെ? ചെറുകാട്ടൂർ സെൻറ്റ് ജോസഫ് സ്കൂളിൽ. ആ ഓക്കെ ഓക്കെ. വിനോദേട്ടാ, ആ എന്താ വിശേഷം? നല്ലത്, സുഖം. അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ മോളെ? മോള് ഫെയറായിട്ട് പോകുന്നു, പാട്ടൊക്കെ പാടി. പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ? ആ പ്രോഗ്രാമൊക്കെ ഇപ്പോൾ അങ്ങനെ. ഓക്കെ ഓക്കെ. പിന്നെ എത്രയില്ല പഠിക്കുന്നത്? എത്ര വന്ന്? 6th-ല്. ആ 6th-ല്. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാറില്ലേ? ആ സ്കൂളിൽ പരിപാടി. മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ട്, ഞാൻ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നന്നായിട്ട് പാടി. കുറച്ചുകൂടെ പാട്ടുകൾ പഠിക്കുക, നല്ല അവസരങ്ങൾ വരട്ടെ. വിനോദേട്ടാ, നല്ല സപ്പോർട്ടാണല്ലേ മോൾക്ക്? അതെ അതെ, അതാണ് ഞാൻ വിളിച്ചപ്പോൾ. അദ്ദേഹം പിന്നെ ഉള്ളത് മാനന്തവാടി ആ ഒരു ഭാഗത്താണെങ്കിലും കൽപ്പറ്റയിലേക്ക് വരാം, നമുക്ക് ഇവിടുന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. മോളോടുള്ള അത്രയും ആ ഒരു
ബന്ധമാണ്, ആ ഒരു താല്പര്യമാണ്. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും തിരക്കിനിടയിലും ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. നല്ല നല്ല അവസരങ്ങൾ വരട്ടെ, നല്ല പാട്ടുകൾ പഠിക്കുക, ഒരുപാട് ഷോകളിൽ ഇനിയും പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരിമാരും വയനാട് ജില്ലയിലുണ്ട്. വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള അവരൊക്കെ ആയിട്ട് വരും, വീഡിയോയിൽ വരും. ഓക്കെ, അതുവരെക്കും ബൈ.